ഋഷിയുടെ ഹോമകുണ്ഡം ഇന്നൊരു കുളമാണ്. ആ കുളം ഒരു പുരാതന ക്ഷേത്രത്തിന്റെ തീർത്ഥക്കുളമാണ്. ആ ക്ഷേത്രം ഏതാണെന്നല്ലേ? പറയാട്ടോ. എല്ലാവർക്കും മൈ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് എനിക്കൊത്തിരി ഇഷ്ടമുള്ള, മനസ്സിന് വലിയൊരു സമാധാനം തരുന്ന ഒരു പുണ്യസ്ഥലത്തേക്കാണ്. നമ്മുടെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിൽ നിന്ന് പെരുമ്പാവൂർക്ക് പോകുന്ന വഴി മൂവാറ്റുപുഴ പെരുമ്പാവൂർ MC റോഡിൽ മണ്ണൂർ ജംഗ്ഷനിൽ നിന്നും 500 മീറ്റർ തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം. നാലമ്പല തീർത്ഥാടന യാത്രയിലെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കേട്ടോ ഈ ക്ഷേത്രം. പഴമയുടെ ഐശ്വര്യത്തോടെയുള്ള ഒരമ്പലവും അത്രയും സുന്ദരമായ ഒരു ഗ്രാമവും അതാണ് തൃക്കളത്തൂർ. ഇതാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആ തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ചുറ്റാകൃതിയിലുള്ള ശ്രീകോവിലും മണിമണ്ഡപവും പടിപ്പുരയുമൊക്കെയുള്ള ഒരതിപുരാതനമായ ക്ഷേത്രം. ഒരുപാട് വലിയ ആർഭാടങ്ങളൊന്നുമില്ലെങ്കിലും തൃക്കളത്തൂർ അമ്പലത്തിൽ വന്ന് കയറുമ്പോൾ കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അത് അനുഭവിച്ച് തന്നെ അറിയണം. ഈ ക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ കേട്ടാൽ ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോകൂട്ടോ. ത്രേതായുഗത്തിൽ കൊടും വനമായിരുന്ന സ്ഥലമാണിത്. അന്ന് അഗസ്ത്യ മഹർഷി തപസ് ചെയ്തിരുന്ന പുണ്യഭൂമിയാണ് ഇന്നത്തെ തൃക്കളത്തൂർ എന്നാണ് പഴമക്കാർ പറയുന്നത്. അഗസ്ത്യ മഹർഷിയുടെ ശ്രീരാമ ദർശനത്തിനായുള്ള നീണ്ടുനിന്ന കഠിന തപസ്സിനൊടുവിൽ മഹർഷിക്ക് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ദർശനം നൽകിയെന്നും ശേഷം മഹർഷി തന്നെയാണ് അതേ സ്ഥലത്ത് ഒരമ്പലം നിർമ്മിച്ച് ശ്രീരാമ വിഗ്രഹം പ്രതിഷ്ഠിച്ചതെന്നുമാണ് വിശ്വാസം. വനവാസകാലത്തെ ആ സൗമ്യനായ ശ്രീരാമനാണ് പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെയാവാം ഈ ക്ഷേത്രമുറ്റത്ത് വന്ന് തൊഴുതു നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ പമ്പ കടക്കുന്നത്. ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ മാറാത്ത സങ്കടങ്ങളൊന്നുമില്ലെന്നാണ് കേട്ടോ എൻ്റെ ഒരു അനുഭവം. അഗസ്ത്യ മഹർഷി അന്ന് പൂജകൾക്ക് വേണ്ടി നിർമ്മിച്ച ഹോമകുണ്ഡം പിന്നീട് ക്ഷേത്രക്കുളമായി എന്നാണ് പറയുന്നത്. ദേവപ്രശ്നത്തിൽ ഇത് തെളിഞ്ഞു വന്നപ്പോൾ കുളത്തിലെ വെള്ളം വറ്റിച്ചിരുന്നു. അന്ന് കുളത്തിനടിയിൽ ഒരു തട്ടിൽ നനയാത്ത ഭസ്മം ഉണ്ടായിരുന്നു അത്രേ. ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഇല്ലത്തുള്ളവർ അതിന് സാക്ഷികളാണ് കേട്ടോ. ഈ ക്ഷേത്രത്തിന് മറ്റൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. സാധാരണ നമ്മൾ രാമക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഹനുമാൻ സ്വാമിക്ക് ഒരു ഉപദേവന്റെ സ്ഥാനം മാത്രമായിരിക്കും കാണാറുള്ളത്. എന്നാൽ തൃക്കളത്തൂരിൽ അങ്ങനെയല്ല. നമ്മുടെ ശ്രീരാമ ഭഗവാന്റെ അത്ര തന്നെ പ്രാധാന്യത്തോടെയാണ് ഹനുമാൻ സ്വാമിയെയും ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. സ്വാമിയുടെ നടയിൽ ചെന്ന് തൊഴുത് ആ വടമാലയും വെറ്റിലമാലയും ഒക്കെ ചാർത്തി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഉള്ളിലൊരു ധൈര്യം വരും. നമ്മുടെ ഭയവും ആശങ്കകളും ഒക്കെ മാറ്റാൻ ഹനുമാൻ സ്വാമിയോട് പ്രാർത്ഥിച്ചാൽ മതി. ഗണപതി ഭഗവാനും ശാസ്താവും ഭഗവതിയും ഒക്കെ ഉപദേവന്മാരായി ഇവിടെയുണ്ട്. വഴിപാടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഭഗവാന് വെള്ളി നിവേദ്യവും പാൽപായസവും ഒക്കെയാണ് കേട്ടോ പ്രധാനം. പിന്നെ ഹനുമാൻ സ്വാമിക്ക് വടമാലയും. അതൊക്കെ കഴിച്ച് ആ ക്ഷേത്രം മുറ്റത്തുകൂടി ഒന്ന് നടക്കുമ്പോൾ കിട്ടുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ്. മേടമാസത്തിലെ പുണർദം നക്ഷത്രത്തിലാണ് ഇവിടുത്തെ ഉത്സവം കൊടിയേറുന്നത്. ആ ദിവസങ്ങളിൽ ക്ഷേത്രമാകെ വലിയ ആഘോഷപ്പൊലിമയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വീട്ടമ്മമാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണല്ലോ കർക്കിടക മാസം അഥവാ രാമായണ മാസം. ഈ ഒരു മാസം മുഴുവൻ തൃക്കളത്തൂർ അമ്പലത്തിൽ രാമായണ പാരായണം വളരെ ഭക്തിപൂർവ്വം നടക്കാറുണ്ട്. ഇവിടുത്തെ പുണർദം നാളിലെ അഖണ്ഡ രാമായണ പാരായണം ഒക്കെ കേൾക്കാൻ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആൾക്കാരെത്താറുണ്ട്. കർക്കിടക മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും കാണാൻ വലിയ തിരക്കായിരിക്കും ഇവിടെ. നഗരത്തിരക്കുകളിൽ നിന്നൊക്കെ മാറി പ്രകൃതി ഭംഗിയുള്ള ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രമുള്ളത്. നിങ്ങൾ മൂവാറ്റുപുഴയോ പെരുമ്പാവൂരോ ഭാഗത്തൂടി പോവുകയാണെങ്കിൽ തീർച്ചയായും ഈ തൃക്കളത്തൂർ ക്ഷേത്രത്തിൽ ഒന്ന് കയറണം. മനസ്സ് നിറഞ്ഞ് സങ്കടങ്ങളൊക്കെ ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ച് സമാധാനത്തോടെ മടങ്ങാം. ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സഹായിച്ച അമ്പലത്തിലെ തന്ത്രിയോടും ക്ഷേത്ര കമ്മിറ്റിയോടും അകമഴിഞ്ഞ നന്ദി. നമ്മുടെ തൃക്കളത്തൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.